നമസ്കാരം. ഇത് കൊല്ലം പോർട്ടാണ്. കൊല്ലം പോർട്ടിൽ 4 ദിവസം മുമ്പ് അറ്റകുറ്റപ്പണികൾക്കായി അടിയന്തിരമായി വന്നെടുത്ത സഫയർ എന്ന ബൾക്ക് കപ്പൽ, അതായത് അതിൻ്റെ ഹള്ളിൽ തന്നെ നിറയെ ചരക്കുകൾ നിറച്ച് കൊണ്ടുപോകുന്ന അരി കൊണ്ടുപോകുന്ന വലിയൊരു കപ്പലാണ്. ഇത് കാക്കനാടയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്ന കപ്പലാണ്. ഇത് ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ ജനറേറ്റർ തകരാറായി കൊല്ലം തീരത്ത് വന്നു. കൊല്ലം തീരത്ത് അടിയന്തിരമായി അടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നതിനിടെ ഇതിലൊരു സ്ഫോടനമുണ്ടായി. അപ്പോൾ ആ ജനറേറ്ററിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ഈ കപ്പലിലെ ഒരു തേർഡ് എഞ്ചിനീയർ, അദ്ദേഹത്തിന് പരിക്കേറ്റു. ഏതാണ്ട് 60% പൊള്ളലേറ്റ് അദ്ദേഹത്തെ മെഡിസിറ്റിയിൽ അഡ്മിറ്റാക്കി. തുടർന്ന് കപ്പലിൻ്റെ ജനറേറ്ററിൻ്റെ തകരാർ പരിഹരിച്ച കപ്പലിന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തീരം വിടുവാനുള്ള അനുമതി കിട്ടാതെ ഇന്ന് 4 ദിവസമായി അവർ നടത്തിയ പരിശ്രമങ്ങളെല്ലാം വിഫലമായി വല്ലാത്തൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഒരു വശത്ത് നമ്മുടെ നാട്ടിൽ സമുദ്ര പദ്ധതികളും തുറമുഖങ്ങളിലൂടെയും എല്ലാം വികസനങ്ങൾ വരുമെന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ കൊല്ലം തീരത്ത് കപ്പലെടുക്കുമെന്ന് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു അടിയന്തര ഘട്ടത്തിൽ അടുത്ത കപ്പലാണ്. കൊല്ലം തീരത്ത് വെച്ച് തകരാറുണ്ടായപ്പോൾ അവർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത് ഷിപ്പിംഗ് ഏജൻറ്റുമായി എല്ലാം ബന്ധപ്പെട്ട്, മാരിടൈം ബോർഡുമായി ബന്ധപ്പെട്ട് അവർ അടിയന്തരമായി ഇവിടെ അടുത്ത കപ്പലാണ്. ഈ കപ്പൽ ഇന്ന് 4-ാം ദിവസമാകുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപ സർക്കാരിലേക്ക് പല തീരുവ ഇനത്തിലും അടച്ചിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ അറ്റകുറ്റപ്പണി നടത്തി ക്ലിയറൻസ് വാങ്ങി പോകാനുള്ള അനുമതി നൽകാത്തത് മാരിടൈം ബോർഡിൻ്റെ ഇവിടുത്തെ പോർട്ടിൻ്റെ പോർട്ട് ഓഫീസറായ ജിസ്മോൻ ജേക്കബാണ് അനുമതി നൽകേണ്ടത്. അവർക്ക് ആദ്യം പോലീസ് വന്ന് ഇങ്ങനൊരു കപ്പൽ വന്നപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ നോക്കി. അതിനുശേഷം പോർട്ട് ഓഫീസറിൻ്റെ നിർദ്ദേശപ്രകാരം FIR ഇട്ടു. ഈ കപ്പലിലെ ജോലിക്കാരെ, ക്രൂസിനെ മുഴുവൻ മൊഴിയെടുത്തു. അവരുടെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് ക്ലിയറൻസ് കിട്ടി. അതുപോലെ തന്നെ ആശുപത്രിയിലായ കപ്പൽ തൊഴിലാളിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുകയും മജിസ്ട്രേറ്റ് തന്നെ വന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടും എന്നിട്ട് അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പള്ളിത്തോട്ടം പോലീസിൽ നിന്നും NOC ക്ലിയറൻസ് കൊടുത്തു. ഈ കപ്പലിന് പുറത്തേക്ക് പോകാം, കപ്പലിനെ വിടാം. പക്ഷേ എന്നിട്ടും പോർട്ട് ഓഫീസറായ ജിസ്മോൻ ജേക്കബ്, കൊച്ചിയിലാണ് അദ്ദേഹം ഉള്ളത്, അദ്ദേഹം യഥാർത്ഥത്തിൽ പോർട്ട് ഓഫീസിൻ്റെ സംവിധാനത്തിൽ വന്ന് ഇതിന് ക്ലിയറൻസ് നൽകി വിടേണ്ട അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇന്ന് ഞായറാഴ്ചയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ തടസ്സങ്ങളാണ് അവിടുന്ന് വരുന്നതിന്. വാഹന സൗകര്യം പ്രത്യേകം വേണം, ഇന്നോവ വേണം എന്നൊക്കെയാണ് അവർ പറയുന്നതായിട്ടാണ് കപ്പൽ അധികൃതർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരം തടസ്സങ്ങൾ പറഞ്ഞ് ഇതുപോലൊരു കപ്പൽ നീട്ടിക്കൊണ്ട് പോയാൽ, ഇത് അരിയുമായി വന്ന കപ്പലാണ്. ഈ അരി അതിനകത്ത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതിനകത്ത് അവരുടെ ഗുഡ്സും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചീത്തയാകാം, നഷ്ടമുണ്ടാകാം. ഒരു കപ്പൽ താമസിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കുമാണ് അതിൻ്റെ വില. അപ്പോൾ അത് ഇങ്ങനെ അനിയന്ത്രിതമായി അനിശ്ചിതത്വത്തിൽ തള്ളി നീക്കിക്കൊണ്ട് നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ പരാജയമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എല്ലാം ക്ലിയറൻസ് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നത് മാരിടൈം CEOയുടെ ക്ലിയറൻസ് വേണം. യഥാർത്ഥത്തിൽ മാരിടൈം CEOയെ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുത്തേണ്ടതായ യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ സ്ഫോടനം ഉണ്ടായി അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി, അത് ജനറേറ്ററിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അത് മൊഴിയെടുക്കുകയും മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുക്കുകയും എല്ലാം ചെയ്യുകയും അതിനെല്ലാം വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് NOC കിട്ടിയത്. എന്നിട്ടും ഈ കപ്പൽ പുറംകടലിലേക്ക് പോകാനോ അവരുടെ യാത്ര തുടരാനോ അനുവദിക്കാതെ ഇവിടെ നങ്കൂരമിട്ട് കിടക്കുകയാണ്. ഇത് സാഗരദ്വീപ് എന്ന് പറയുന്ന നമ്മുടെ കപ്പലാണ്. അതിന് തൊട്ട് പുറകിലാണ് സഫയർ എന്ന് പറയുന്ന ആ കപ്പൽ കിടക്കുന്നത്. അപ്പോൾ അത് കാക്കനാടയിൽ നിന്ന് വന്ന ഏതാണ്ട് 12-ാം തീയതി ഇവിടെ വന്ന് അടുത്തതാണ്. 12, 13, 14, 15, 16 ഇന്നും ഇന്ന് ഞായറാഴ്ചയാണ്. ഇതിന് വേണ്ട അനുമതിയോ പത്രങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. എല്ലാ ക്ലിയറൻസും ഉണ്ടായിട്ടും കപ്പൽ ഇവിടെ കിടക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മാറേണ്ടുന്ന ഈ മേഖല വികസനത്തിൻ്റെ കുതിപ്പിലേക്കാണ് എങ്കിൽ, അതിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നെങ്കിൽ, ഇത്തരം ഉദ്യോഗസ്ഥ അനാസ്ഥ അല്ലെങ്കിൽ കെടുകാര്യസ്ഥ എന്നൊന്നുമല്ല. ഇത് ഒരുതരം ഒരു പിടിച്ചുപറി പോലെ, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഇത് പറയേണ്ടത്? ഇത് അങ്ങനെ ഇവർ ഈ കപ്പലിനെ തടങ്കലിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു ലക്ഷ്യം ഈ മേഖലയിൽ വികസനം ഉണ്ടാകണം, അല്ലെങ്കിൽ തീരത്ത്, അല്ലെങ്കിൽ തുറമുഖം വഴി നമ്മുടെ വിഴിഞ്ഞം വന്നു, വിഴിഞ്ഞത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന കൊല്ലം തുറമുഖം,
പ്രശസ്തമായ തങ്കശ്ശേരി, ഇവിടെ അനന്തമായ സാധ്യതകളുണ്ടെന്ന് പറയപ്പെടുന്ന ഈ മേഖലയിൽ ഒരു കപ്പൽ വന്നപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും.